ഒരാൾ ഒരിക്കലും മാത്രമേ മരിക്കുകയുള്ളൂ. ആ ഒരു മരണം വളരെ ശ്രേഷ്ഠമായിട്ട് മരിക്കുക എന്നുള്ളതാണ് ആളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ആള് ഈ ഭൂമിയിൽ ജീവിക്കുന്നതും ഇതിന്റെ അപ്പുറത്തോട്ടുള്ള മറ്റൊരു ജീവിതത്തിലോട്ടും വേണ്ട ഏറ്റവും നല്ല കാര്യം. ആ ഒരു മരണം എങ്ങനെ ആയിരിക്കെ റെസ്പെക്ട്, ഒരു ബഹുമാനം ഒക്കെ കിട്ടിയിട്ട് തന്നെ ഒരു ലോകത്ത് ഷിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10-20 കോടി ആളുകൾ വരും ഈ ലോകത്ത് മൊത്തം. അത്രയും ആളുകളുടെ ഒരു പരമോന്നത നേതാവായിട്ട് തന്നെ മരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പം മരിച്ചിരുന്നത് ഒരു ബങ്കറിൽ നിന്നാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു ബോംബ് ഒരു ബങ്കർ തകർത്തു ഖമൈനി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം ഓഫീസിൽ ഇരുന്ന് തന്റെ കർത്തവ്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടായിരുന്നു ട്രംപ് ഈ ഒരു യുദ്ധം പ്രഖ്യാപിച്ചത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തായിരുന്നു അവിടുത്തെ റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ആ റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് ആൾ എന്ത് പറഞ്ഞു? അവിടുത്തെ 800ഓളം ആളുകളെ തടവിൽ വെച്ചിട്ടുള്ള 800ഓളം ആളുകളെ നിങ്ങൾ തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും, ഞങ്ങളുടെ സഹായം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരാളുകളെ പോലും അവിടുത്തെ തൂക്കിലേറ്റ് അല്ലെങ്കിൽ മരണപ്പെടുത്തുക ചെയ്തിട്ടില്ല. അപ്പം ട്രംപിന് മനസ്സിലായി ഇനി അത് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല, കാരണം ഇറാൻ അത് ചെയ്യുന്നില്ല എന്നുള്ളത്. പിന്നെ മൊസാദിനോട് പറഞ്ഞാൽ മൊസാദ് സ്വന്തം പേജിൽ പുറത്തോട്ട് വിട്ടു, ജനങ്ങളോട് മാക്സിമം ഇവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഗ്രൗണ്ടിലുണ്ട്, അതായത് ഇറാന്റെ ഗ്രൗണ്ടിൽ ഞങ്ങളുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിക്കോ എന്ന് മൊസാദ് എന്ന് പറഞ്ഞ വേശ്യാചാര സംഘടന പറഞ്ഞത് കേട്ട് നമ്മളത് മുമ്പോട്ട് കണ്ടു. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അപ്പോൾ തന്നെ കണ്ടു. അതും ഇറാനിലെ ഈ ഒരു റെജീം അടിച്ചമർത്തി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ട്രംപ് പിടിച്ചത് യുറേനിയം അതല്ലെങ്കിൽ അവിടുത്തെ ആണവോർജ പദ്ധതിനെ കുറിച്ചായിരുന്നു. അതിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഉപരോധങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിക്കൊള്ളാം, അളവ് കുറച്ചുകൊള്ളാം, ഞങ്ങളുടെ ഈ ഒരു പദ്ധതി നിന്ന് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ സമയത്ത് ട്രംപ് ഇല്ല, അതും പറ്റില്ല, അതുമല്ല നിങ്ങൾ മിസൈലുകൾ നിർത്തണമെന്നും പറഞ്ഞു. അങ്ങനെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം ഇതിലൊക്കെ ഒരു ഇറാന്റെ സൈഡിൽ നിന്ന് ഓക്കെ ഞങ്ങൾ ചെയ്യാം, നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു സംസാരം വന്നു എന്ന് കണ്ടപ്പം ട്രംപിന് മനസ്സിലായി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇറാൻ ഓക്കെ ആയി വരുന്നുണ്ട്, അപ്പൊ ഇനിയിപ്പം അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നേരെ ആക്രമിച്ച് കളയാം എന്നും കരുതിയിട്ടായിരിക്കും ട്രംപ് ആക്രമിച്ചതും. ഇനി ട്രംപിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെകുത്താന്മാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്, അവിടുത്തെ ആളുകളുടെ ഇടയിൽ ഒരു അസ്ഥിരത കൊണ്ടുവരിക. നിങ്ങൾ നോക്കിയാൽ മതി, ഇറാഖ് നിങ്ങൾ എടുത്തോ, അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ എടുത്തോ, യമൻ നിങ്ങൾ എടുത്തോ, ഇവിടുത്തെ അവസ്ഥ എന്താണ്? ട്രംപ് നന്നാക്കാം എന്നും പറഞ്ഞു പോയ സ്ഥലങ്ങളാണ്. അതല്ലെങ്കിൽ അമേരിക്കൻ ജൂത സംഘടനകൾ ഞങ്ങൾ നന്നാക്കിയെടുക്കാം എന്നും പറഞ്ഞു പോയ സ്ഥലങ്ങളുടെ അവസ്ഥ എന്താണ്? ഇറാഖിൽ എന്തോ വലിയ ആയുധങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് ആക്രമിച്ചിട്ട് എന്തായി? ഒന്നുമില്ല. അവിടുത്തെ ഒരു പെരുന്നാൾ രാവിലെ തന്നെ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുകയും ചെയ്തു. അവിടുത്തെ ഒരു 10-20 വർഷം അവിടെ ഒരു കംപ്ലീറ്റ് ഒരു അരക്ഷിതാവസ്ഥ, ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ കൊണ്ടുവന്നു. പല ഭീകര സംഘടനകളും അവിടുത്തെ ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ മുതലെടുത്ത് മുന്നോട്ട് വന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇത് തന്നെയല്ലേ നടന്നത്? പല അവിടുത്തെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ വന്നു, കുറെ വർഷങ്ങൾ പോയി, അവസാനം ചില ഭീകര സംഘടനകൾ അവിടെ ഉടലെടുക്കുന്ന അവസ്ഥ. കാരണം അവരുടെ രാജ്യത്ത് ഒരു രീതിയിൽ രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ വരുന്നു. അവർ സ്വയം ഞങ്ങൾ നേതാക്കന്മാരായിട്ട് വരുന്നു, ഞങ്ങളെ എതിർത്ത ആളുകളെ ഞങ്ങൾ കൊന്നു തീർക്കും എന്നുള്ള ചിന്താഗതിയിലോട്ട് ആളുകൾ വരുന്നു. യമനിലെ അവസ്ഥ എന്താണ്? ഒന്നുമല്ല, ഇവിടെ അല്ലാണ്ടിരിക്കുന്നു. സിറിയയിലെ അവസ്ഥ എന്താണ്? ഒന്നും അല്ലാണ്ടിരിക്കുന്നു. IS പോലത്തെ പല ഭീകര സംഘടനകളും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എവിടെയാണ് അമേരിക്ക ഇടപെട്ടിട്ടുള്ളത്? ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ വരുന്നത്. അപ്പം ഇറാനിലെ ജനത അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത്രയും കാലം ഇതിലൊന്നും പെടാണ്ട് സ്ട്രോങ് ആയിട്ട് നിന്ന് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ജനതയാണ് ഇറാനിലുള്ളത്. അതുകൊണ്ട് അമേരിക്ക പറയുന്ന പോലെ തുള്ളിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ വരും, ഞങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിലോട്ട് എത്തും, ഇവിടെ പല മറ്റ് സായുധ സംഘടനകൾ ഉണ്ടായി വരും, ഈ രാജ്യം കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ പറഞ്ഞ എന്താ പറയുക, അവരുദ്ദേശിക്കുന്ന ഷാ ഭരണകൂടം തിരിച്ചു കൊണ്ടുവരിക, അല്ലെ അവർക്ക് വിടുവാമണി എടുക്കുന്ന നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി പോലും അമേരിക്കയുടെ ഷൂ നക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അവിടുത്തെ രാജ്യത്തെ ഭരണാധികാരിയാണ് ഇവരായിട്ട് പാവ സർക്കാരിനെ വെച്ചിട്ട് ഷൂ നക്കിക്കുന്ന അവസ്ഥയിലോട്ട് കൊണ്ടുവരും എന്നുള്ള ചിന്ത ഇറാനിലെ ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറാൻ തീർച്ചയായിട്ടും അവരുടെ സുപ്രീം നേതാവായിട്ട് ഖമൈനിയുടെ പിൻഗാമികളെ, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ അവിടുത്തെ ആളുകളുടെ പിൻഗാമികളെ തന്നെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇറാൻ ജനതയെ മറ്റ് ജനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു കാര്യം. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതേ സമയത്ത് ഈ ഗൾഫ് രാജ്യങ്ങളിലോട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഇറാന്റെ എന്താ പറയുക പ്രഹരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ രാത്രി നമുക്ക് ഒരു രീതിയിലും ഇസ്രായേലിൽ നടക്കുന്ന അവസ്ഥകളെ പറ്റി ഒരു ഐഡിയ കിട്ടിയിരുന്നില്ല. പക്ഷേ ഇസ്രായേലിലെ ടെൽ അവീവിലും ഹൈഫ പോലത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് ബോംബുകൾ വന്നിട്ടുണ്ട്. കാരണം ഇറാൻ ഇപ്രാവശ്യം അങ്ങോട്ട് വെറുതെ മിസൈലുകൾ തൊടുത്തുവിടുക മാത്രമല്ല ഉണ്ടായിരുന്നു, മിസൈലുകളിൽ ക്ലസ്റ്റർ ബോംബുകൾ വെച്ചിട്ടായിരുന്നു അങ്ങോട്ടുള്ള പല മിസൈലുകളും പോയിരുന്നത്. അതായത് ഈ ഒരു മിസൈലിനെ തകർക്കാൻ അയൺ ഡോം സിസ്റ്റത്തിന് പറ്റിക്കഴിഞ്ഞാലും മിസൈൽ തകർന്നതിന്റെ കൂടെ ഇത്തരത്തിലുള്ള ക്ലസ്റ്റർ ബോംബുകൾ അതിന്ന് എന്താ പറയുക ഡിസാക്ടിവേറ്റ് ചെയ്തിട്ട് നേരെ താഴോട്ട് വെക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഇസ്രായേലിലെ പല സ്ഥലങ്ങളിലും പല ബിൽഡിങ്ങുകളും തകർന്നിട്ടുണ്ട്. പല രീതിയിൽ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. 50-ലധികം പേർക്ക് പരിക്കുണ്ടെന്ന്, അതിൽ 5 പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല റിപ്പോർട്ടുകളും ഇപ്പം ഇന്ന് രാവിലെ ആയപ്പോഴേക്കും പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വിഷ്വൽസ് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എളുപ്പമായിരിക്കില്ല ഇറാനെ തകർക്കലും. അതല്ലെങ്കിൽ അമേരിക്ക സുഖമായിട്ട് അവിടെ ഒരു ഭരണ ചേഞ്ച് വരുത്താമെന്ന് അമേരിക്കയ്ക്കുണ്ടെങ്കിൽ അതും നടക്കുന്ന കാര്യമായിരിക്കില്ല. ഇനി ഇറാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കും.
കണ്ണടച്ചിട്ട് ആണെങ്കിലും അവരുടെ കയ്യിലുള്ള അത്രയും മിസൈൽ സമ്പത്തുകളും മറ്റുള്ള സമ്പത്തുകളും അവർ പ്രയോഗിക്കും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഇനി ഇപ്പം നമ്മൾ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഈ വാർത്തകൾ കണ്ട് നമ്മുടെ നാട്ടിൽ സംഘികളെക്കാൾ കൂടുതൽ ക്രിസംഖികളാണ് സന്തോഷിക്കുന്നത്. കാരണം ക്രിസംഖികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത ആളുകളാണല്ലോ ഇപ്പം ഇസ്രായേലികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് അതിൻ്റെ അവസ്ഥ. ജൂതന്മാരായിട്ടുള്ള യുദാസിനെ പോലത്തവന്മാർ യേശുവിനെ ഒറ്റിക്കൊടുത്തിട്ട് കൊന്നതാണെങ്കിൽ ഈ ക്രിസംഖികൾ എന്ന് പറഞ്ഞാലും അതേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. എപ്പോഴും ഈ ആളുകളെ സപ്പോർട്ട് ചെയ്ത് അതിൽ നിന്നൊരു മനസ്സുഖം കിട്ടുന്ന ആളുകളാണ്. കാരണം ഈ പറഞ്ഞ ജൂതന്മാർ ഏറ്റവും കൂടുതൽ ലോകത്ത് വേശ്യാപ്രവർത്തി ചെയ്യുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ ലോകത്ത് ഇത്തരത്തിലുള്ള ഈ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച്, അതായത് മൈനറായിട്ടുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച് അതിൽ സുഖം കണ്ടെത്തുന്ന ആളുകൾ, ഈ മൈനറായ കുട്ടികളെ മറ്റുള്ളവൻ്റെ മുമ്പിൽ കാഴ്ച വെച്ചിട്ട് അതിൽ നിന്ന് ഭരണലാഭവും രാഷ്ട്രീയ ലാഭവും ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ക്രിസംഖികളും സ്വന്തം വീട്ടിലും ജീവിതത്തിലും അത് പകർത്തുന്ന ആളുകളായിരിക്കും. സ്വന്തം വീട്ടിലെ പെൺകുട്ടികളെ കാഴ്ച വെച്ചിട്ടായിരിക്കും ഈ ക്രിസംഖികൾ ഈ നാട്ടിൽ ജീവിക്കുന്നതും. സ്വന്തം വീട്ടിലെ കുട്ടികളെ ശാഖ പോലത്തെ സ്ഥലങ്ങളോട്ട് വിട്ടിട്ട് അവിടുന്ന് വെളിച്ചെണ്ണ പ്രയോഗം ചെയ്ത് നടക്കുന്ന സംഘികളുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചിന്തിച്ചാൽ മതി, എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര താല്പര്യം, ഇസ്രായേലിനോടും ഇത്ര താല്പര്യം വരാനുള്ള കാരണം സ്വന്തം വീട്ടിൽ നടക്കുന്ന സ്വന്തം സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഇവർ എന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെ ആളുകൾക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കുട്ടികൾക്ക് ഈ അവസ്ഥ കൊണ്ടുവരുന്ന ഞങ്ങളും അവരെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പം അവർ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഈ ലോകത്തെ മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മുസ്ലിങ്ങളോടുള്ള ദേഷ്യം കാണിക്കുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്ന ക്രിസംഖികളെയും സംഘികളെയും നമുക്ക് കാണാം. അതുപോലെ ക്രിസംഖികൾക്ക് വീട്ടിലെ കുട്ടികളെ കൂട്ടിക്കൊടുത്ത് ഉണ്ടാക്കുന്ന ക്രിസംഖികളുടെ ഒരു സന്തോഷം നമ്മൾ കാണും ഈ ഒരു മരണത്തിലും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥക്കും വേണ്ടിയിട്ട്. ഇതാണെങ്കിലും മരണം അതൊന്നേ ഉള്ളൂ, മരിക്കുമ്പോൾ ഷൂ നക്കാണ്ട് കുട്ടികളെ കൂട്ടിക്കൊടുക്കാണ്ട്, ആ കൂട്ടിക്കൊടുക്കുന്ന സുഖം കണ്ടെത്താണ്ട്, കുട്ടികളെ കൊന്ന് തീർക്കാണ്ട്, സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരുത്തൻ്റെ മുമ്പിലും അടിയറവ് പറയാണ്ട് സ്വന്തം ജീവൻ വരെ കൊടുത്ത് ഈ ഒരു രാജ്യത്തിനെ സംരക്ഷിക്കാതെ അല്ലെങ്കിൽ അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ എന്താണോ രാജ്യം വേണ്ടത് മറ്റുള്ളവനെ അടിയറവ് പറയാണ്ട് എങ്ങനെ പോകണം, ആ മരണം എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു തന്നിട്ടുള്ള ആൾ തന്നെയാണ് ആയത്തുള്ള അലി ഖാംനി എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഇപ്പം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലൈവിൽ വരാം, മറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലൈവിൽ വരാം.